മന്ത്ലി നമുക്ക് 2 റിട്ടേൺസ് ആണുള്ളത്, GSTR 1 GSTR 3B. GSTR 1 നമ്മൾ കസ്റ്റമേഴ്സിനുള്ള സെയിൽസ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും. GSTR 3Bയിൽ ഈ GSTR 1 കൊടുത്തതിൻ്റെ ഒരു സമ്മറി ആയിട്ട് ടോട്ടൽ ഇത്ര എമൗണ്ട് ടാക്സ് അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരും. ഇതിൽ GSTR 3B ഫയൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻപുട്ട് ടാക്സിൻ്റെ ഫിഗർ നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന സപ്ലയേഴ്സ് GSTR 1 ഫയൽ ചെയ്തിട്ടുണ്ടാവും. ആ ഡാറ്റ അനുസരിച്ചാണ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് ഒരു ഗുഡ്സ് മേടിച്ചു, അതിൻ്റെ ബില്ല് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഇൻപുട്ട് എടുക്കാമെന്ന് വെച്ചാൽ ഈ സപ്ലയർ നമ്മുടെ GST നമ്പറിൽ തന്നെ ഈ ബില്ല് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം. ഇൻ കേസ് ആ സപ്ലയർ GST റിട്ടേൺസ് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ITC എടുക്കാനുള്ള എലിജിബിലിറ്റി ഇല്ല. ഇത് ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ ഈ ITC ഡീറ്റെയിൽ സപ്ലയേഴ്സുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം. നമ്മുടെ GST പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ GSTR 2B എന്നുള്ളൊരു ഡാറ്റാബേസ് കാണാൻ പറ്റും. അതിൽ നമുക്ക് സപ്ലയേഴ്സ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ബിൽസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സോ ഒരു മാസത്തെ നമ്മുടെ പർച്ചേസ് അല്ലെങ്കിൽ എലിജിബിൾ ഇൻപുട്ട് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് ആ ബിൽസ് എല്ലാം നമ്മുടെ സപ്ലയേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇൻ കേസ് അത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ സപ്ലയേഴ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ചെയ്യണം. ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് റീകൺസിലേഷൻ ചെയ്യാവുന്ന ഓപ്ഷൻസ് ഒക്കെ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ഹ്യൂജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഓട്ടോമാറ്റിക് റീകൺസിലേഷൻ ഹെൽപ്ഫുള്ളായിരിക്കും.